ഏതൊരു ലിറിസിസ്റ്റിനെയും പോലെയല്ല എനിക്ക് പ്രത്യേകിച്ച്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരുപക്ഷെ പാട്ടെഴുത്ത് പോലും ഇത്രയും പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്, പിന്നെ ഒന്ന് എഴുതി നോക്കാനുള്ള ശ്രമം പോലും നമ്മൾ അറിയാതെ ഉണ്ടായിട്ടുള്ളത് ഗിരീഷേട്ടൻ്റെ പാട്ടിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇപ്പോഴും തീരാത്തൊരു കൗതുകമാണ് ഗിരീഷേട്ടൻ എഴുതി വെച്ച് പോയിട്ടുള്ള പാട്ടുകളിൽ ഓരോ തവണ നമ്മൾ കാണുമ്പോഴും പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു കുസൃതി, ഒരു വികൃതി, ഒരു കൗതുകം കണ്ടുപിടിക്കുക എന്നുള്ളത്. ഗിരീഷേട്ടനെ പറ്റി സംസാരിക്കാനും ഗിരീഷേട്ടൻ്റെ പാട്ടുകളെ പറ്റി സംസാരിക്കാൻ അങ്ങേയറ്റം ഇപ്പോഴും ഉള്ള, അപ്പോൾ ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണത്. മനുഷ്യേട്ടൻ്റെ ഒരു പാട്ടിലേക്ക്, ഒരു ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? ആദ്യം ഒരു കവിയായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? സിനിമ ഇഷ്ടമായിരുന്നു. സിനിമ എന്നുള്ളത് തന്നെയാണ് അത്. അന്ന് സിനിമയിൽ എത്തിപ്പെടുകയില്ലയോ ഒന്നും എത്തിപ്പെടാനുള്ള സാധ്യതകളൊന്നുമില്ല. കാരണം നമ്മൾ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വേറൊരു പ്രൊഫഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴും നമ്മളുടെ സൗഹൃദങ്ങളുടെ പേര് നമ്മൾ പിന്നെയും ഇവിടെ വന്നതാണ്. അപ്പോഴും പാട്ടെഴുത്താണോ നമ്മളുടെ ജോലി, ഇതൊന്നും അറിയില്ല നമുക്ക്. സിനിമ ഇഷ്ടമാണ്.